പുതിയൊരു ഗെയിം ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോണ ഗെയിമിന്റെ പേരാണ് UPD2 സ്കൂൾ ടൈക്കൂൺ. എന്തൊരു സ്കൂളാണോ എന്തോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ സ്കൂളിലെ സാറാണോ ടീച്ചറാണോ? ഇത് നമ്മുടെ സ്കൂൾ. നമുക്കിത് ക്ലോസ് ചെയ്ത് നമുക്ക് അങ്ങനെ പൈസ ഈ ക്ലാസ് റൂമൊക്കെ അടിപൊളി, കൊള്ളാലോ, എന്ത് രസം, ഇത് കൊള്ളാം. എനിക്ക് എത്ര 3 ക്ലാസ് റൂമുണ്ട് തോന്നുന്നു, 3 ഇതൊക്കെ നമ്മൾ അൺലോക്ക് ചെയ്യണം തോന്നുന്നു, അറിയില്ല. ഇതായി സ്പോർട്സ് റൂം കിട്ടി, നമുക്ക് ജയിക്കാം. ഓക്കെ, അപ്പം ഞാനാണ് ഈ സ്കൂളിലെ സാറ്. കാരണം നിങ്ങൾ ഇത് കണ്ടോ, ഇവിടെ കണ്ടോ, ഇത് കണ്ടോ ഈ സാധനം. അമ്മൂസ്, ഞാനാണ് അമ്മൂസ് സാർ. എത്ര സാറിൻ്റെ പേര്, കുറേ എണ്ണം വന്നിട്ടുണ്ടല്ലോ. അവർ പൈസ പുതിയ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ സ്കൂളിലോട്ട്. അഡ്മിഷൻ പൈസ വെച്ചിട്ട് പൈസ വെക്കാതെ ഒരുത്തനെ ഞാൻ ക്ലാസ്സിൽ കയറ്റൂല. ഇതൊക്കെ മതി. എന്തായാലും നമുക്ക് ഇത്ര 412 പൈസ കിട്ടിയുള്ളൂ. ഇതെന്താ, ഇത് ഞാൻ കണ്ടില്ല കേട്ടോ. ഇത് നമ്മുടെ സ്കൂളിലെ ക്യാൻറ്റീനാണ്. ബർഗർ മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ. ബർഗർ മാത്രമേ ഞാൻ വിൽക്കൂ. പൈസ വയ്ക്കുക, പൈസ കിട്ടും. ക്യാൻറ്റീന് വിറ്റാലും ഇതെന്തായാലും ഞാൻ വെക്കുന്ന അനുസരിച്ച് ബർഗർ പോവേണ്. എന്ത് ചെയ്യും, ഒരു കുഴപ്പമില്ല. പൈസ എടുത്തു. ഇതെന്തൊരു ടിഷ്യൂ പേപ്പർ, എന്തൊരു മാന്യത ഇല്ലാത്തവരാണ് ഒരു ക്യാൻറ്റീന് വരുമ്പോൾ ടിഷ്യൂ പേപ്പറൊക്കെ വേസ്റ്റ് വേണ്ടി കൊണ്ടുവരണമെന്ന് അറിഞ്ഞില്ലേ. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന് നമുക്കപ്പോൾ പഠിക്കാം. നമുക്ക് പഠിപ്പിക്കാം. നമ്മൾ മാത്സ് ആണ് പഠിപ്പിക്കണം, മാത്തമാറ്റിക്സ്. നമുക്ക് നോക്കാം. ഓക്കെ, 4 ആപ്പിളിൻ്റെ എന്തൊരു പടമാണ് വരച്ച് വെച്ചിരിക്കുന്നത്. മുട്ട മേടിച്ചുകൊണ്ട് പോകും. ഫീസ് മുട്ട മേടിക്കുന്നതിന് ഞാൻ പഠിപ്പിക്കും. ഗുഡ്. ഇങ്ങനത്തെ അമ്മമാർ മാത്രം ക്ലാസ് വന്നാൽ മതി. എന്തൊരു ചിരിയാണായത്. ഇനി തന്നെ പരീക്ഷ പേപ്പറിൽ ഇങ്ങനെയൊക്കെ തന്നെ കാണണം കേട്ടോ. ഇതെന്താ 4ന് 2? ഫീസ് ഇറങ്ങി തരുവാണല്ലോ. എടാ പിള്ളേരെ, നമ്മുടെ ക്ലാസ്സിൽ നല്ലത് മാത്രമേ ചെയ്ത്. എന്തായത് പിന്നെയൊക്കെ ഞാനിനി 1 2 3 തൊട്ട് പഠിപ്പിക്കണമല്ലോ. എന്തുവാ ഇത്, അതിനെന്ത് ചെയ്യണം? ഓക്കെ, ഇവിടെ കുറേ പേര് ഇനി അഡ്മിഷൻ എടുക്കാൻ വന്നിട്ടുണ്ട്. അഡ്മിഷന് വേണ്ടി പൈസ വെച്ചിട്ട് പോകണം, അല്ലാതെ ഞാൻ പൈസ തരികയില്ല. പെട്ടെന്ന് അഡ്മിഷന് വേണ്ടി വന്നിരിക്കുകയാണ്. എനിക്ക് അഡ്മിഷൻ വെച്ചിട്ട് വെക്കും. എനിക്ക് ഇത്ര ക്യാഷാണ് എൻ്റെ. എല്ലാം 1 രൂപയാണോ? എന്ത് കഷ്ടം. 1 രൂപ. മാത്സ് ഇവിടെ പഠിപ്പിച്ച് ഇവിടെ ആയിരിക്കില്ല. ഇത്ര പിള്ളേരുണ്ടായിരുന്നു. ഇവരൊക്കെ ഇവിടെ പോയി ക്യാൻറ്റീനിൽ കാണും. ക്യാൻറ്റീനിൽ കഴിച്ചിട്ട് പോകുക. ഞാൻ എന്തൊക്കെ ആയാലും ഈ വേസ്റ്റൊക്കെ കൊണ്ടിട്ടിട്ട്. ഓക്കെ, ഞാൻ ഈ വേസ്റ്റ് കൊണ്ടിട്ടു. നമുക്ക് ബാക്കി പൈസ തിന്ന് കഴിയുമ്പോൾ എനിക്ക് അറിയാമായിരുന്നു വേസ്റ്റ് കാണും. ഞാൻ ടിഷ്യൂ പേപ്പർ എടുക്കാതെ നീ എങ്ങനെ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടയ്ക്കുന്നത്? ഓരോരുത്തന്മാരിവിടെ തീറ്റയ്ക്ക് കൂടിയിട്ട് മാത്രം വന്നിരിക്കുക. ക്ലാസ് എടുത്താലും ഇല്ല. അല്ല, ക്ലാസ്സിൽ കാണൂലെങ്കിൽ സ്പോർട്സ് ടൈമിൽ കാണണ്ടല്ലോ. സ്പോർട്സിൽ പോവും. ക്ലാസ് സ്പോർട്സിൽ പോകണം തോന്നുന്നു. സ്പോർട്ട് കളിക്കാനാണോ? 2 പേരേ ഉള്ളൂ. 2 പേരുള്ളപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. എന്താണ് അത് മാറ്. ഞാനാണ് സാറ്. ഞാൻ പോയി അഡ്മിഷൻ എടുപ്പിക്കുന്നത്. 10 രൂപ. പൈസ കിട്ടി. 10 രൂപ. ഈ ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കാൻ വന്നിരിക്കുന്നവന്മാർ നല്ലതെന്ന് ഞാനിപ്പോഴും കരുതുന്നു. പൈസ നിറഞ്ഞോണ്ടിരിക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ പിള്ളേർക്കൊന്നും എൻ്റെ പൈസ എടുക്കാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്. എങ്ങനെയായിരുന്നു ഇവിടെ അവൾ നടന്നു വരുമ്പോൾ അവൾക്ക് എടുക്കാൻ പറ്റില്ലെന്ന് പെട്ടെന്ന്. എൻ്റെ സ്കൂളിൽ നല്ല കച്ചവടമുണ്ട്. കച്ചവടമില്ല അഡ്മിഷൻ. ഇതെന്താടാ ഈ ചെവി നീട്ടി വെച്ചിരിക്കുന്നവൻ? കണ്ടാകുമ്പോഴേക്കാം
നല്ല കാണ്ടാമൃഗത്തിന്റെ ലുക്കുണ്ട്. രണ്ടെണ്ണം അനിയനും ചേട്ടനും ആയിരുന്നു. ഇത്ര മതി തൽക്കാലം. വല്ല 1 രൂപ 10 രൂപ നോട്ട് ആ 4 പേരായി. അപ്പൊ നമുക്ക് ഇവിടെ എന്താ പഠിപ്പിക്കുന്നത്? ഡ്രോയിങ് ക്ലാസ്. ക്യാരറ്റ് വരയ്ക്കാൻ വെച്ചതിന് ഇത് എന്തൊരു വരപ്പെടായത്. ഞാൻ പഠിച്ച ഇത് വരയ്ക്കാൻ പറഞ്ഞാൽ ഞാൻ മാറുന്നു. എന്താണ് ഫീസ് എടുത്ത് അറിയല്ലേ? ഞാൻ ഗുഡെന്ന് പറഞ്ഞാലേ ഫീസ് മര്യാദയ്ക്ക് വെക്കും. ഡ്രോയെ ക്രാബിന് വരച്ച് വെച്ചിരിക്കുന്നതാണ് മുയല്. തെറ്റാണ്. നീ നിനക്ക് വായിക്കാൻ അറിഞ്ഞുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണമായിരുന്നു. ഇതൊരു പൊട്ടനാണോ? ഡ്രോയെ ക്യാറ്റിന് ഇവിടെ റാബിറ്റാ. ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ ഈ ക്യാരറ്റ് മാറ്റിയിട്ട് റാബിറ്റ് എന്ന് കൊടുത്താൽ പോരെ. അപ്പം അമ്മനൊക്കെ റാബിറ്റ് എന്ന് വരച്ചു. നല്ല ഈ ചാട്ടി ഡ്രോയെ പെറ്റ്സിൽ റാബിറ്റ്. ഇത് എന്തിനാണ് റാബിറ്റിൻ്റെ ക്ലാസ്സാ? റാബിറ്റ് കുറേ എണ്ണം റാബിറ്റ് വരയ്ക്കുന്നു. ഫീസൊക്കെ കിട്ടി. ഓ നമ്മുടെ മാത്സ് ക്ലാസ് അല്ലേ? മാത്സ് എടുക്കാം എന്നൊക്കെ പറയാം. ഞാൻ മാത്സ് എടുക്കാം. ഇന്നെന്തിനെ കോപ്പായിരിക്കോ എന്തോ കാട്ടിക്കൂട്ടുന്നത്. എന്തായാലും റോഡാ അതിൻ്റെ വീട്ടിലോട്ടുള്ള. എന്തായാലും വരച്ച് വെച്ചിരിക്കുന്നതെന്തോ. ഇത് എന്തിനാ ഇത്? പോട്ടാ എടന്ന് മര്യാദയ്ക്ക് ഞാൻ നിങ്ങളെ വഴക്ക് പറയുന്നതല്ല. നിങ്ങൾ മര്യാദയ്ക്ക് പഠിക്കണം. ഞാൻ വെരി ഗുഡ് പറഞ്ഞാലേ പൈസ ടേബിളിൽ വെച്ച് തരൂ, അല്ലെങ്കിൽ എടുത്ത് എറിയുക. എന്ത് വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടികളാണ്. എനിക്ക് A+ തരാൻ പറ്റില്ലടാ. എന്തിനാണ് ഫീസൊക്കെ എറിയുന്നത്? എന്നാലും നമ്മളെ സ്പോർട്സ് ഡേക്കുള്ള കുട്ടികൾ കാണും. 10 രൂപ 500 റുപ്പീസ് കിട്ടി നമുക്ക്. യെസ്, സ്പോർട്സിലുള്ള കുട്ടികളായി. നമുക്കിനി കളിപ്പിക്കാം ഈ സ്പോർട്സ്. ചാമ്പ്യൻ എന്നാണോ അറിയില്ല. ഗോ 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 പോടാ. എല്ലാവരും പോയി തുടങ്ങി. ഇതെല്ലാവരും ജയിച്ചു. പൈസയും ഇടുക. അത് കൊള്ളാം കേട്ടാ, അത് കൊള്ളാം. എല്ലാവരും ഒരുമിച്ച് അങ്ങിട്ടിട്ട് കൊള്ളാം. അത് സെറ്റായിരുന്നു. കൊള്ളാം. ഇതൊന്നും എനിക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റില്ല. ഈ കുറേ പേര് ഇവിടെ എൻ്റെ ക്ലാസ്സൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ചിലപ്പോൾ നമ്മളെ ഇത് എന്തെങ്കിലും മാറ്. ഇത് നമുക്ക് ക്യാൻറ്റീനിൽ പോയി വല്ലതും മേടിച്ചാലും ക്യാൻറ്റീനിൽ പൈസ കാണും. കുറച്ച് ടീഷു ക്യാൻറ്റീനൊക്കെ വൃത്തിയാണ്. ഒരു ബർഗറേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ, കുറച്ച് ബർഗറും എടുത്ത് വെക്കണം. പൈസ ഉണ്ടോ? പൈസ ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പൈസ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ബർഗർ ക്യാൻറ്റീനിൽ എടുത്ത് വെക്കണം, അല്ലെങ്കിൽ തീരെ തോന്നും. ഞാൻ തന്നെ ഉണ്ടാക്കിയ ചൂടായിട്ടുള്ള തന്നെ കൊതി വരുന്നിരിക്കത്തില്ല. ആ ബർഗർ എടുത്ത് വയ്ക്കാം. ഈ ബർഗറിൻ്റെ കൈ വിടക്കണ്ടായിരുന്നു. എനിക്കാണ് കൊതി വരുന്നത്. അപ്പോൾ ക്യാൻറ്റീൻ സെറ്റായി. ഇനി പോയി കുറേ അന്വേഷിച്ചു. ഈ ഞാൻ അവിടെ കൂടെ ഞാൻ ഇവിടെ ശ്രദ്ധിക്കുന്നത് കണ്ടാ. ഞാൻ അഡ്മിഷൻ എടുക്കാൻ വരുന്നതിലേക്ക് കണ്ട ഇവിടെ ഒരു വണ്ടി നടന്നിട്ട് കണ്ടാ. വണ്ടിയല്ലേ ഇത്? ഇത് വണ്ടിയാണ്. ഈ വണ്ടി ഇങ്ങനെ പോവില്ലേ? പോകുമ്പോൾ ഇങ്ങനെ പൈസ എറിഞ്ഞെറിഞ്ഞ് പോകും. അങ്ങനത്തെ ഒരു വണ്ടിയാണ്. നമുക്ക് സെക്കൻഡ്സ് 1 മിനിറ്റ് 0 കൂടെ ആകുമ്പോൾ നമുക്ക് ക്യാൻറ്റീനിൽ ഈ വണ്ടി ഇങ്ങനെ നടക്കൊക്കെ ഈ സാധനം ഇങ്ങനെ പൈസ എറിഞ്ഞെറിഞ്ഞ് പോകും. അപ്പോൾ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഏതാണ് എൻ്റെ ക്ലാസ്? ഞാൻ മറന്നു പോകുമല്ലോ. അല്ലേ എൻ്റെത്? അപ്പോൾ ഇതാണ് എൻ്റെതാണ് തോന്നുന്നു. എൻ്റെ തന്നെ. അപ്പോൾ ഞാൻ വെയിറ്റിംഗ് ആണ്. ആ വണ്ടി പൈസ എനിക്ക് പൈസ കിട്ടി ഞാനിത് ചാവും. എനിക്ക് പൈസ വേണം. നിങ്ങളാരും നടക്കുന്ന പ്രശ്നമാണ്. എനിക്ക് പൈസ വേണം. അത്യാവശ്യമായിട്ട് എനിക്ക് പൈസ വേണം. പൈസ വെച്ചിട്ട് പോടി. എന്തുവാ അതാ പഠിക്കാതെ പോടാ. പഠിച്ചിട്ട് വാ. ഫാദർ ക്രിസ്മസ് വരുന്നെന്നാണ് കാണിക്കുന്നത്. ഫാദർ ക്രിസ്മസ് ഈസ് കമ്മിങ്. ഹായ് ഫാദർ ക്രിസ്മസ്. ഫാദർ ക്രിസ്മസ് നമുക്ക് പൈസ എറിഞ്ഞോണ്ടാണല്ലോ നല്ല രസം. ഇത് ആദ്യമായിട്ടാട്ടോ. ആദ്യമായിട്ടൊന്നല്ല, ക്രിസ്മസ് ആയി കളിച്ചിട്ട്.
ഓ എൻ്റെ പോലെ ഫാദർ ക്രിസ്മസ് നമ്മൾ പിള്ളേരെയൊക്കെ നല്ലോണം പഠിപ്പിക്കുന്നത് അറിഞ്ഞെന്ന് തോന്നും. അതുകൊണ്ട് നമുക്ക് എത്രത്തോളം പൈസ ഈ ഫാദർ ക്രിസ്മസ് കുറെ കഴിഞ്ഞിട്ടേ ഇനി അനങ്ങൂ. അയ്യോ ഇത്രയും പൈസ എന്നെ കണ്ടില്ല. അയ്യോ എൻ്റെ ഫാദർ ക്രിസ്മസ് വന്നത് ഇത്രയും പൈസ റിയലായിട്ട് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ റിയൽ ലൈഫ്. അയ്യോ 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 എനിക്ക് വയ്യ. അയ്യോ ഇനി മാറടി അവിടെ നിന്നിട്ട് ഇനി നീ കളക്ട് ചെയ്യോ? നീ ഫാദർ ക്രിസ്മസ് കമ്മിങ് എടാന്ന് പോടെ ഇവിടുന്ന് എനിക്ക് പൈസ അവിടെ ഫാദർ ക്രിസ്മസ് കൊതേന്ന് കൊറേ ഇതറന്ന് എന്റെ ശബ്ദമൊക്കെ മാറുന്നു. നീ പൈസ കിട്ടിപ്പിരാന്തായ. ഞാൻ ഒരു കുറച്ച് പൈസ എടുക്കട്ടെ എന്നിട്ട് കളക്ട് ചെയ്യട്ടെ. അയ്യോ ഇത്രയും പൈസ കണ്ടപോലെ കാണാൻ പറ്റില്ലേ. അയ്യോ ഇത്രയും എൻ്റെ ആദ്യമായിട്ടുള്ള മൈ മാസ്റ്റസ്റ്റ് ലൈഫിൽ കിട്ടിയ പൈസ ഇതൊക്കെ ഞാൻ നടക്കും. ആർക്കും വേണം ആരും പൈസ കളക്ട്. ഇത് നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിലൊക്കെ നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ട് അല്ലല്ലോ എൻ്റെ സ്കൂളിൽ അതാണ് പൈസ പോണ്. അയ്യോ പൈസ പോവല്ലേ പൈസ പോവല്ലേ പൈസ പോവല്ലേ പൈസ അയ്യോ പോവല്ലേ പോവല്ലേ പൈസ. പൈസ പോയി. ഞാൻ കുറെ കളക്ട് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. ഇനി ഫാദർ ക്രിസ്മസ് എപ്പോൾ സ്റ്റാർട്ട് ആവും നമുക്ക് പോയി നോക്കിയിട്ട് വരാം. കമോ ലെറ്റ്സ് ഗോ. ഫാദർ എപ്പോൾ സ്റ്റാർട്ട് ആവും? അപ്പം കുറെ പൈസ തന്നു കിട്ടോ നമുക്ക്. എത്ര മിനിറ്റ്? 28. അത്രയും നമുക്കൊന്നും ക്ഷമയില്ല. അത്രയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്കൂളാ എൻ്റെ സ്കൂൾ ബിൽഡിങ് ഏതാണ് ഇപ്പോൾ? എൻ്റെ സ്കൂൾ ഇതാട്ടോ. ഞാൻ ഓടി വന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. എൻ്റെ സ്കൂൾ ഇതാണ് എൻ്റെ സ്കൂളെന്ന് പറയുന്നത്. ഇത് ഞാൻ പഠിപ്പിക്കുന്നതാണ്. പൈസ കുറച്ചുണ്ടല്ലോ ഇപ്പം ആളുകളും കൂടി. ഫാദർ ക്രിസ്മസും എനിക്ക് നല്ല ലാഭമുണ്ട്. എനിക്ക് നല്ല ലാഭമുണ്ട്. അത് സത്യമാണ്. എനിക്ക് നല്ല ലാഭമുണ്ട്. പൈസ മതി. ഓക്കെ കളക്ട്. ഫാദർ ക്രിസ്മസ് എല്ലാവരും കൂടെ ചേർന്ന് എനിക്ക് നല്ല ലാഭം തരും. എന്താണ് ടിഷ്യൂ പേപ്പർ കൊണ്ട് മൊത്തം പൈസ കളക്ട് ചെയ്തപ്പോൾ ആരും എടുത്താലോ. ബർഗർ ഇനിയും ഉണ്ട്. അപ്പം മാറ്റണ്ടല്ലോ, ബർഗർ മാറ്റണ്ട. ക്ലാസ്സിൽ ഇവിടെ അത്ര പേര് വന്നു. എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ ക്ലാസ്സിലാണെങ്കിൽ എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത് നമുക്ക് സ്പോർട്സ് ഡേ പോയി പഠിപ്പിച്ചാൽ. സ്പോർട്സ് ആണ്. ഇതടി എടാ ഇത് എണ്ണണം. അല്ലെങ്കിൽ ഇനി പിന്നെ 1 2 3 പഠിപ്പിച്ചെടുക്കണം. അല്ലാതെ നടക്കൂല. എനിക്ക് മനസ്സിലായി. വെരി ഗുഡ്. നീയെങ്കിലും ഒന്ന് ശരിയാക്കിയല്ലേ ക്ലാസ് ഫസ്റ്റ്. അതിൻ്റെ പേരെന്ന് അശ്വതി അല്ലേ? കൊള്ളാം, നല്ല പേര്. അശ്വതിയാണ് ക്ലാസ് ഫസ്റ്റ്. 2 എടാ പൊട്ടാൻ എനിക്കിതൊന്നും അറിയത്തില്ല. മൾട്ടിപ്ലിക്കേഷൻ അടുത്തതിൽ എല്ലാവരും ഞാൻ നോക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് എല്ലാവരും ഞാൻ പഠിച്ചു കഴിഞ്ഞില്ല കേട്ടോ മാത്സ്. ഇത് ഈ ക്ലാസ് ആരും ഇല്ലല്ലേ. ഇനി ഒന്ന് സ്പോർട്സ് ഡേയിലായാലും സ്പോർട്സിൽ കയറി കാണാമായിരിക്കും. അവരൊക്കെ ഇങ്ങനെ വേണം. സ്പോർട്സിൽ കയറി ഈ ആളുകൾ. അപ്പം നമുക്ക് നേരെ പോയിട്ട് സ്പോർട്സ് അങ്ങ് ആരംഭിക്കാം. സ്പോർട്സ് ആരംഭിച്ച് നെക്സ്റ്റ് എവളാണ് ജയിച്ചത്? പൈസ കിട്ടും. അത് ഞാൻ കണ്ടില്ലേ. കണ്ട എപ്പോഴും ഒഴുത്തിൽ നിന്ന് അവള് സ്പോർട്സിന് വേണ്ടി നിൽക്കുമായിരുന്നു. പക്ഷെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. സോറി. ഇതൊക്കെ തുറക്കണ്ടേ? ഇത് എനിക്ക് എനിക്ക് തോന്നുന്നതേ ഇനി നമുക്ക് പോയി അഡ്മിഷൻ എടുപ്പിക്കാം. ഇനി അഡ്മിഷൻ എടുക്കാം. ഇതെങ്ങനെ ഇത്ര പൈസ ഇവിടെ വന്നത്? ഞാൻ എന്നാലും അഡ്മിഷൻ എടുപ്പിക്കാം. അഡ്മിഷൻ എടുക്കേണ്ടവര് വേഗം വേദിയിലോട്ട് വന്ന് അഡ്മിഷൻ എടുത്തിട്ട് പോവേണ്ടതാണ്. ഈ കൊച്ചുമോനെ വെച്ചേക്കാ. എടാ ഇന്ദ്രനെ ഇതൊന്ന് വാങ്ങി തന്നെ.
ഓക്കെ മതി, ഇത്ര പൈസയൊക്കെ എനിക്കിപ്പോൾ മതി. ഇനി ഇവിടെ നിങ്ങൾ ലൈനായി നിൽക്കുക, ഞാൻ പോയി പറയാം. 8:30 എൻ്റെ പൈസ ഇനി സ്പോർട്സിൽ ആളുകളെ ഇറക്കിയത്. എനിക്ക് നമ്മൾ ക്യാൻറ്റീൻ നോക്കിയില്ലല്ലോ, ക്യാൻറ്റീൻ നോക്കിയില്ല. ഓ സ്പോർട്സ് ഇറങ്ങി. സ്പോർട്സ് എല്ലാത്തിനും ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്പോർട്സ് കുറയണം. പൈസ ഇതാണേ, പൈസ കിട്ടി. പൈസ ഇട്ടതാണ് എൻ്റെ ഏക ആശ്വാസം. സാന്റാക്ലോസ് സ്റ്റാർട്ടാണ്, എന്നാലേ സാന്റാക്ലോസ് സ്റ്റാർട്ടാകുമ്പോഴാണ് ഒരു കുളിര് വരുന്നത്. 165 പൈസ ഇട്ട് നമുക്കിത് എടുത്ത് കഴിയാം. നമുക്കത് എടുത്താലേ എടുക്കാം, എന്നാലും എൻ്റെ പൈസ പോലെ 42 ആണ് നിൽക്കുന്നത്. ഇത് കഷ്ടം. അത് ഒരു കാര്യം ചെയ്യും, നമുക്ക് ക്യാൻറ്റീൻ വരാം. ക്യാൻറ്റീൻ നോക്കിയില്ലായിരുന്നു. അയ്യോ ഉണ്ട്, ആരും ഇല്ലേ. ടിഷ്യൂ പേപ്പർ നമുക്ക് കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആരും ഇരിക്കില്ല. നമുക്ക് ഉണ്ടായി നമ്മളെ ബർഗർ തീർന്നിന് ഒരെണ്ണം കൂടി ഉള്ളു, അപ്പം നമുക്ക് നിറയ്ക്കാം. അല്ല അയ്യോ, ഇനി 2 കൂടെ വെക്കണമല്ലോ. ഞാനിത് എവിടെ വയ്ക്കും? ഫുള്ളുമായി. നമുക്കിത് വേസ്റ്റേഴ്സ് തിന്നാൻ പറ്റിയിരുന്നെങ്കിൽ തിന്നായിരുന്നു. അതിലൊക്കെ ചാടിയാണ്. ഓക്കെ, നമുക്ക് അഡ്മിഷൻ കൊടുക്കാം പുതിയ പിള്ളേർക്ക്. അഡ്മിഷൻ എടുക്കേണ്ടവർ വരണം, അല്ലെങ്കിൽ ഞാൻ വരിപ്പിക്കും. ഒന്ന് എടുത്തിട്ട് പോ മോളെ. മാടി കൊച്ചെ, എന്തിനാ ഇത്ര നാണൊക്കെ? എൻ്റെ അടുത്തല്ലേ അഡ്മിഷൻ എടുക്കുന്നത്. ഓക്കെ മതി, ഇത്ര ക്യാഷ് മതി എനിക്ക്. അപ്പം ഇത് നമുക്കൊരു കാര്യം കാണിച്ചാലോ നിക്ക്. സാന്റാക്ലോസിന് വരാം കാണിച്ചാലോ. ഇവിടത്തെ റൂൾ നോക്കുന്നത് ഈ ഒരു അവസ്ഥയാട്ടോ. ഇത് കണ്ട ഒരു കെട്ടിന്റെ പണം ഇരിക്കുന്നത്. അയ്യോ എനിക്ക് എവൾ ഇതുവരെ ഇത് തുറന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് എവള് തുറക്കാൻ നോക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എവൾക്ക് ഇത് തുറക്കണം. അപ്പൊ എവളിത് തുറന്നില്ല, തുറക്കണം ഈശോക്ക്. എവളാണ് ഇതൊന്നും എവള് തുറന്നില്ല. ഞാൻ തുറന്നു ഈശോക്ക്. എവളുടെ ക്യാഷ് എനിക്ക് 10 രൂപ എടുക്കാൻ വേണ്ടി നോക്കാം. എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് പോയി അവളുടെ ക്യാൻറ്റീനിൽ വല്ല ഭക്ഷണം കഴിക്കും. അവള് ക്യാൻറ്റീൻ തുറന്നില്ല. 200 റുപ്യാണ്. അവള് ക്യാൻറ്റീൻ തുറന്നിട്ടില്ല. നമുക്ക് അവളുടെ നമുക്കൊന്ന് കഴിക്കാൻ കിട്ടില്ല. അവള് ക്യാൻറ്റീൻ വേറെ തുറന്നിട്ടില്ലല്ലോ, സോ നമുക്ക് കഴിക്കാൻ കിട്ടും. അപ്പൊ ഞാനും ആക്കോടാ, അത്ര കെട്ടില്ല പോണം എനിക്ക്. ഞാനും ആക്കട്ടെ. ഇപ്പൊ പൈസ കളക്ട് ചെയ്യത്തില്ല. ഇവിടെ ഇതിന് മാത്രമേ പൈസ കളക്ട് ചെയ്യാതെ ബാക്കിയാണ്. വായില് വെള്ളം വരുന്ന പൈസ ചിയേഴ്സ്. മതി ഇത്ര മതി. ഞാൻ പോയിട്ട് വരാം. ഇവിടെ എല്ലാത്തിലും ഞാൻ പൈസ നല്ല ഒരു കച്ചവടം. പൈസ എടുക്കുന്നില്ല. പൈസ അയ്യോ, ഇപ്പൊ മക്കള് നമ്മൾ പഠിച്ചില്ലല്ലോ കുറെ ദിവസം. ഇവിടെ ഡ്രോയിങ് പഠിക്കാം. ഇനി ആരൊക്കെ എന്തൊക്കെ പടം വരച്ചു വയ്ക്കും. വെരി ഗുഡാ. ഡ്രോയർ റാബിറ്റ് ഇങ്ങനെ പഠിക്കണം. ഡ്രോയർ പെൻസിലിൽ നീ റാബിറ്റാണോ വരയ്ക്കേണ്ടത്? മുട്ട തന്നെ ഞാൻ തരും. എന്നല്ല ചിരി. ഡ്രോയർ റാബിറ്റിന് തെറ്റെടുത്ത് വരച്ചു വെച്ചിട്ട് ചിരിക്കുന്നു. ഫീസൊക്കെ കസേരയിൽ അടിയിൽ കയ്യിൽ. വെരി ഗുഡാ. 2 കുട്ടികളാണ് നന്നായിട്ട് പഠിച്ചത്. ഇപ്പം ഈ ക്ലാസ്സിനകത്ത് നമ്മൾ പൈസ കാണിച്ച് തരുമ്പോൾ ബാലൻസ് ഇല്ല. അമ്മ പൈസ എറിയുന്നതാണ് വിതറുന്നതാണ് കാണുന്നത് മൊത്തം. കസേരന്റെ അടിയിലൊക്കെ വീണത് ഞാൻ കുടിക്കെടുക്കണം. എന്തുവാ ഇവിടെ ഇതുവരെ ക്ലാസ് എടുത്തില്ലേ? ABCD പഠിപ്പിക്കാം. CAT ആണ് പറയുന്നത്. അവൻ COT എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എന്നാണ് ആപ്പിളിന് വരുന്നത്? മുട്ട. കസേര ഒരുത്തം പോലും മര്യാദയ്ക്ക് വെച്ചിരുന്നില്ല. പൈസ കസേര
ഡോഗ് ഡി ഓ ആയിരുന്നു എല്ലാം എഴുതി വെച്ചിരിക്കുന്നു. പോട്ടെ പോയാണ്. ഇത് പൈസ എന്തിനാണ് നിങ്ങളടുത്ത് എറിയുന്നു? ഒത്തിരി മാന്യമര്യാദയോടെ എന്തൊരു പടം അവിടെ തെറ്റ്. നല്ല പടമെങ്കിലും വരച്ചിരുന്ന ഞാൻ മാർക്ക് തന്നെ എടാ ഇത് മാത്സ് ഇവിടെ മാത്സ് ആണ്. മാത്സ് അല്ലേ? യെസ് മാത്സ് പഠിപ്പിക്കണം. മാത്സ് പഠിപ്പിക്കണം. എനിക്ക് അവിടെ ഞാൻ ഒരു കെട്ടിലെ പണം വെച്ചിട്ടുണ്ട്. യെസ് അവിടെ കെട്ടിലെ പണമുണ്ട്. ഈ സമയത്ത് ഒരു കെട്ടിലെ പണം വയ്ക്കാനുള്ള പുറപ്പാടാണ്. ഇത് കെട്ടിലെ ഇത് എന്തിനാണ് നിങ്ങൾ ഈ ബെഞ്ചിൻ്റെ അവിടെയൊക്കെ വലിച്ചെറിയുന്ന? എഫ് തന്നെ ഉണ്ടാവും. 2 പേര് A+. ഇത് നമ്മുടെ ക്ലാസ്സിൽ 2 പേരാണ് A+ വാങ്ങിച്ചിരിക്കുന്നത്. കുഴപ്പമില്ല. ഞാൻ പോയി കെട്ടില്ല. നമുക്ക് കെട്ടില്ല വേണം പോയി കാണാൻ. എന്നാലും അവൾക്ക് എത്രയും അറിഞ്ഞൂടെ? അവളെന്നാലും എത്രയും കെട്ടിലോ പണം നോക്കി. എനിക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഇത് കൊതി വരുന്നു. ഫീസ് എനിക്ക് ഇവിടെ അല്ല. അയ്യോ ഞാൻ അറിയാതെ പൈസ എടുത്തു പോയി. കുഴപ്പമില്ല, അത് നമ്മൾ അവിടെ ശേഖരിച്ചാൽ മതി. കുഴപ്പമില്ല. സ്കൂളിൽ നമ്മൾ സ്പോർട്സ് ഡേക്ക് പറയണോ? സ്പോർട്സ് ഡേ ആരും എപ്പോഴും ഞാൻ മറന്നു പോകുന്നു. സ്പോർട്സ് എന്താടേ അയ്യൂടെ ക്ലാസ്സിൽ പോടാ. സ്പോർട്സ് ഡേ അവിടെ. സ്പോർട്സ് ഡേ പൈസ 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 അല്ല, അത് ഞാൻ മറക്കണ. എനിക്ക് ക്രിസ്മസ് സംഭവമാ. ക്രിസ്മസ് സംഭവമാക്കി വന്നതേ കൊള്ളാം. ഞാൻ കെട്ടിൻ്റെ പണം ആക്കണം. അപ്പം നമുക്ക് ഇങ്ങോട്ട് ചാടി എത്തി. വാ ഒരുത്തൻ പോലെ കെട്ട്. അടുത്തെത്തിയല്ലേ വാളാ പോണതോടെ ഇത്ര സ്ലോ ഭാഷയിൽ വരെ മേടിക്കില്ലേ? പൈസ അടിച്ചിട്ട് പോ. എന്താ ക്ലാസ്? ക്യാൻറ്റീന് പേപ്പർ പൈസ കളക്ട് ചെയ്യും. എല്ലാം തീർന്നു പോയി. ബർഗറൊക്കെ തീർന്ന്. ഞാൻ എങ്ങനെ കഴിക്കുന്നത്? ഞാൻ ബർഗർ ഫില്ല് ചെയ്ത് വയ്ക്കും. ക്യാൻറ്റീനിലെ ബർഗർ തീർന്നു. ഒന്ന് വേസ്റ്റ് ബാസ്കറ്റ്. എന്റെ കെട്ടിന്റെ പണം എത്രയായി? യെസ് എന്റെ കെട്ടിന്റെ പണം ആയിക്കൊണ്ടിരിക്കും. കെട്ടിന്റെ പണം ഇപ്പൊ എടുത്തിരുന്നെങ്കിൽ എത്ര കിട്ടുന്നു? അവളുടെ അത്രയായി എന്റെ കെട്ടിന്റെ പണം. എനിക്ക് എത്രയും പൈസ കിട്ടി. അവൾ എത്രയായി തോന്നും. ഇനി നോക്കാം അവളെ ക്ലാസ്സിൽ പോയിട്ട് എത്ര അവൾക്ക് ഉണ്ടെന്ന് നോക്കാം. വാ യെസ് എൻ്റെ കുറേ ഉണ്ട്. ഞാൻ ചേർന്നാൽ ഞാൻ വിടൂല. അതൊന്നും ഞാൻ ഇപ്പോൾ എടുക്കല്ല. അവളുടെ എത്ര ആക്കിയെന്ന് നോക്കിയിടയാണ്. ഞാനും അവളുടെ സിസ്റ്ററുണ്ട്. എനിക്കാണെങ്കിൽ വായി വെള്ളം വരുന്നത് കാണുമ്പോൾ തിന്നാനുള്ള മതിയല്ല കേട്ടോ, പറക്കി എടുക്കാനുള്ള മതി എന്നാണ്. സാന്റാക്ലോസ് വരാൻ എൻ്റെ ആള് നോക്കിയാണ് ഒരു കെട്ടിന്റെ പണം പോലും ഇല്ല. അവളുടെ ആ പണം ആഗ്രഹമുണ്ട്. അത്ര പണം എനിക്ക് കിട്ടിയത് ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. എടി ഇങ്ങോട്ട് നടന്നു വാ. എനിക്ക് രണ്ടും കൂടെ എനിക്ക് നിറയ്ക്കാനുണ്ട് കേട്ടോ. അവരത് പഠിപ്പിക്കട്ടെ. 10,000 ആകുന്നുണ്ട്. എനിക്ക് പഠിപ്പിക്കാൻ ഞാൻ ഇവിടെ പഠിപ്പിച്ച അത്ര ഇത് പറ്റൂല. അതുകൊണ്ട് ഞാൻ കാര്യമില്ല. അയ്യോ പൈസ എടുത്തിട്ട് പോവാം. പഠിപ്പിക്കാൻ എനിക്കൊരു വയ്യ അമ്മ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അവിടെ പോയിട്ട് സ്പോർട്സ് ഡേക്ക് പിള്ളേരൊന്നാണ്. അതുകൊണ്ട് ഇവക്കൊക്കെ സ്പോർട്സ് ഡേയിൽ ചെയ്യണമെന്നാണ്. അതുകൊണ്ടാണ് അവൾ ഈ വെളിയിൽ നിൽക്കുന്നത് സാറേ. അപ്പം അല്ലെങ്കിൽ അവൾ കയറൂലായിരുന്നു.
അതാണ് പ്രശ്നം. ഓ ഈ ചെറുക്കനാണ് ചോദിച്ചത്. യെസ് അപ്പം പൈസ ഒരാൾ കയറി സ്പോർട്സ് ഡേക്ക് വേണ്ടി. ഓക്കെ സ്പോർട്സ് ഡേക്ക് വേണ്ടി ഒരാൾ തോറ്റിരിക്കുന്നു. എനിക്ക് അറിയത്തില്ല അവൾ എങ്ങനെ അത്രയും കെട്ടിൻ്റെ പണം ഉണ്ടായി. എനിക്ക് വേണമെങ്കിൽ അത്രയും പണം അതിന് വേണ്ടിയിട്ടുള്ള ഉയ്യോ ഞാനും ഉണ്ടാക്കി തുടങ്ങി കേട്ടാ. യെസ് ഞാനും ഉണ്ടാക്കി തുടങ്ങിയിരുന്നു. എനിക്ക് സാന്റാക്ലോസ് അപ്പം പൈസ ഇങ്ങോട്ട് വാടാ. എന്നാ നമുക്ക് അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റിയെന്ന് എനിക്കുള്ളായിരുന്നു. അടിച്ചു മാറ്റാൻ പറ്റിയെന്നെങ്കിൽ നമുക്ക് അവളെ കെട്ടിനെ വേണം. അത് സാന്റാക്ലോസ് എത്തുന്നില്ല. നോക്കിയാണിത് എൻ്റെ പോലെ ഇത്ര കെട്ടിന്. അയ്യോ ഇനി ക്ലാസ്സൊന്നുമില്ല. ക്ലാസ്സുള്ളൂ. എനിക്ക് പഠിക്കാൻ സ്ഥലമില്ല. ഇനി ഒരേ ഒരു സമയം ഒരേ ഒരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. വെള്ളേന്ന് പൈസ മോഷ്ടിക്കാൻ പറ്റില്ല. നമ്മളെ ക്ലാസ്സിൽ പോയി ജോലി ചെയ്ത് പൈസ മേടിക്കണം. അല്ലാതെ എന്തിനാണ് ചെയ്യാനാണ് അല്ലേ? ശരിയല്ലേ? കെട്ടിന്റെ പണം നോക്കാമോ? കെട്ടിന്റെ പണം വേണം. ഓക്കെ ഇവിടുത്തെ ക്യാൻറ്റീന് പൈസ ആയി കേട്ടോ. ക്യാൻറ്റീന് പൈസ. എന്താ ബർഗറൊക്കെ കഴിക്കില്ല. ഈ ടിഷ്യൂ പേപ്പർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് അമ്മാര് കഴിക്കില്ല. അതാണ് പ്രശ്നം. അതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രശ്നം. അയ്യോ എന്താണ് ഇത്? എവിടെ നിന്നൊക്കെ ടിഷ്യൂ പേപ്പർ? ഇത് കുറെ ഉണ്ടല്ലേ. പൈസ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ നിർത്തി പോയാലേ. ഇല്ല റിച്ച് ജോലി. ബർഗർ തീർന്നു. നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ബർഗർ എടുത്ത് വെക്കണം. നമുക്ക് അവിടെ കുറേ പേര് അഡ്മിഷൻ എടുക്കാൻ വന്നും കാണും. അപ്പം നമുക്ക് അവിടെ പോയി അഡ്മിഷൻ എടുക്കാം. ഞാൻ ബർഗർ വേസ്റ്റ് ചെയ്യുന്നു. ഈസ്കൊണ്ട് ഓരോന്നും ബാക്കി വരാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. അഡ്മിഷൻ എടുക്കാൻ വന്നിട്ടുണ്ടേ. കെട്ടിൻ്റെ പണം ഇവിടെ ഉണ്ട്. കെട്ടിൻ്റെ പണം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് അവൾ ആ പൈസ എടുക്കണം. എന്നാലേ എനിക്കൊരു സമാധാനം. എന്നാലേ ഞാൻ സമാധാനത്തോടെ ജീവിക്കും. അവൾ ആ കെട്ടിൻ്റെ പണം മൊത്തം തട്ടിപ്പിടിച്ച് എടുക്കാൻ പറ്റും. റോബ്ലോക്സ് തട്ടിപ്പിടിച്ച് ഗെയിം എടുക്കുക. ഈ സാന്റാക്ലോസ് അപ്പൂപ്പൻ വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. അയ്യോ കെട്ടിന് പണമായ ഞാൻ അറിഞ്ഞില്ല. ഇനി അവളുടെ പൈസ നോക്കാം. ഞാനും പോയി ലൈനേക്കാം. ടീച്ചർ അവിടെ പോയി. ടീച്ചർ 16 കൊടുത്ത ആകെ ഞാൻ അരി അടിച്ചു വിട്ടാലേ. 70 ആണ് അവിടെ. 16 അടി അടയ്ക്കാനുണ്ട്. അയ്യോ ഞാൻ പഠിക്കാൻ അമ്മയാണ് എനിക്ക് പഠിക്കാൻ പഠിക്കാം. ടീച്ചറെ ഇവിടെ പഠിപ്പിക്കേ. ടീച്ചർ ഉടനെ കയറി വരും. ടീച്ചർ പഠിപ്പിക്കുക കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ എപ്പോൾ വരുമല്ലോ. അയ്യോ ഈ നമ്മുടെ ക്ലാസ്സിൽ വരില്ലാണ്. നമ്മൾ 2 പിള്ളേരെ ഉള്ളു. ഈ 2 പേരും കൂടെ വരണമല്ലോ നമ്മളെ ക്ലാസ്സിൽ പഠിക്കാൻ. ഓക്കെ ഇവിടെ പിള്ളേരെ ഉള്ളു. ഞാൻ കയറി പഠിക്കാൻ കുഴപ്പമില്ല. ടീച്ചർ ഇവിടെ പഠിപ്പിക്കാൻ വരുമല്ലോ. എങ്ങനെ ഇരിക്കുന്നത്? നേരത്തെ ഇരുന്നാണല്ലോ കിടക്കല്. ഓക്കെ
ഇറങ്ങി പോടി ഈ ബെഞ്ചിൽ നിന്ന്. എന്നിട്ട് പെട്ടെന്ന് വാ പഠിക്കട്ടെ. ടീച്ചറെ ഞാൻ നന്നായിട്ട് പഠിക്കും ടീച്ചർ. നീ വേഗം വന്ന് പഠിപ്പീര് ടീച്ചർ, വേഗം ടീച്ചർ വേഗം. ആ ഒരു കുട്ടി കൂടെ. സ്ഥലമില്ലടെ പോടപ്പോ. എന്താണ് എന്റെ വാണി തന്നെ പോടാ. ഞാൻ പഠി ടീച്ചറെ. ടീച്ചർ ഇത് കള്ളക്കളിയാണ് ടീച്ചറെ. നമ്മളെ കെട്ടിന്റെ പണവും കൂടെ ഈ സവള കെട്ടിന്റെ പണം കുറഞ്ഞു. ഇത് ഞാൻ സമാധാനമായി ജീവിക്കും. എന്റെ കയ്യിൽ കെട്ടിന്റെ പണം ഇനി ഇരിക്കെ. കെട്ടിന്റെ പണം വേണം. എന്റെ ആട്ടോ കെട്ടിന്റെ പണം. ഈ രാജ്യത്ത് ഏറ്റവും വലിയ കോടീശ്വരനായ ടീച്ചർ. അപ്പൊ നമ്മള് ഈ പൈസ കൂടി എടുത്ത് നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് അപ്പൊ പൈസ എടുക്കാം. വളരെ ആശ്ചര്യത്തോടെ കൈകാര്യം ചെയ്യാം. ഇനി എവിടെയെങ്കിലും ഇനി നമുക്ക് പൈസ അടപ്പുണ്ടോ എന്ന് നോക്കാം. പൈസ ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എനിക്കൊരു മോശം തോന്നും. ഓക്കെ എക്സിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉള്ളതെല്ലാം ചെയ്തേക്കുക. ഓക്കെ, ബൈ.